ഹായ് കൂട്ടുകാരെ, ഇന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയൊരു കഥയാണ് കേട്ടോ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ കഥ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഒട്ടുമിക്ക പെൺകുട്ടികളും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ കഥയിലൂടെ കാണിക്കുന്നത്. ഫസ്റ്റ് തന്നെ കാണിക്കുന്ന ഒരു വീടാണ് കേട്ടോ. അപ്പോൾ ഒരു വീട്ടിലെ ഒരു മൂലയ്ക്കിരുന്ന് ഒരു പെൺകുട്ടി കരയുന്നതാണ്. കരഞ്ഞിരിക്കുകയാണ് കേട്ടോ, നല്ലപോലെ കരഞ്ഞിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് എണീറ്റ് പോവുകയാണ്. പിന്നെ ചെന്ന് അടുക്കളയിലേക്കാട്ടോ ചെന്നത്. അടുക്കളയ്ക്ക് ചെന്ന് ഭക്ഷണം എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തോ പ്രശ്നമുണ്ട്. പിന്നെ കാണിക്കുന്ന ഈ കുട്ടിയാണെങ്കിൽ വിഷക്കുപ്പി എടുത്തിട്ട് വിഷം ഭക്ഷണത്തിൻ്റെ അകത്തേക്ക് ഒഴിക്കുകയാണ്. അപ്പോഴത്തേക്കും പുറത്താരോ വന്നു കോളിംബെല്ലടിച്ച്. കുട്ടിയെ നോക്കുമ്പോഴത്തേക്കും അച്ഛനാണ് കേട്ടോ. ആ കുട്ടിയുടെ പേര് ദിവ്യ എന്നും ഇയാളുടെ പേര് തങ്കച്ചൻ എന്നാണ് കേട്ടോ. അപ്പോൾ ഈ തങ്കച്ചൻ ചോദിച്ചു, മോളെ നീ കഴിച്ചോ, എനിക്ക് വിശക്കുന്നു, ഫുഡ് എടുത്തിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ദിവ്യ നേരെ ബാത്റൂമിൽ പോയിട്ട് കരഞ്ഞിട്ട് എന്തോ പ്രശ്നമുണ്ട്, മുഖമൊക്കെ കഴുകി വന്നു. ഇയാൾ അടുക്കള ചെന്നിട്ട് ഈ ഫുഡ് എൻ്റെ ആണെന്ന് ചോദിക്കും. അപ്പോൾ വിഷം ഒഴിച്ച് വെച്ചത്. ഇവള് പറയും അത് അച്ഛൻ്റെ അല്ല എൻ്റെയാണ്, ഞാൻ വേറെ എടുത്തു തരാം എന്ന് പറയും. എന്നിട്ട് ഇവള് പറയും, ഡാഡ് എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഒന്ന് കണ്ണടയ്ക്കുമോ എന്ന് പറയും കേട്ടോ. ഇയാൾ കണ്ണടച്ചിരിക്കുന്നിട്ട് പിന്നെ കണ്ണ് തുറക്കുമ്പോഴത്തേക്കും കൈയും കാലൊക്കെ കെട്ടിയിട്ടേക്കുക. ഇപ്പോൾ ഇവള് മാപ്പ് പറയാണ് കേട്ടോ. എന്തോ തെറ്റ് പറ്റി, പ്രഗ്നൻ്റ് ആണെന്നൊക്കെ പറയുക. ഇയാളപ്പോൾ ഭയങ്കര ദേഷ്യത്തിൽ നീ എന്തായി കാണിച്ചു വെച്ചേ, നിന്നെ ഞാൻ എങ്ങനെ നോക്കിയതാന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ചൂടാകണം കേട്ടോ. എൻ്റെ മാനം എല്ലാം പോയി എന്നൊക്കെ പറയുക. ഇങ്ങനെയൊക്കെ നശിക്കുന്നില്ല, നിനക്ക് പോയി ചത്തൂടെ എന്നൊക്കെ ചോദിക്കും. നിനക്ക് ചത്തൂടെ എന്ന് ഒരുപാട് ഇതായിട്ട് പറയും കേട്ടോ. അപ്പോൾ ഇവള് പറയും, ഞാൻ അച്ഛൻ്റെ ഇത് കളയുന്നില്ല, ഞാൻ ചാകും എന്ന് പറഞ്ഞിട്ട് ഇവളങ്ങോട്ട് ഞാൻ ചാകണോടാ മൈരേന്ന് ചോദിച്ചുകൊണ്ട് മൊത്തം വളഞ്ഞിട്ട് ഇയാളുടെ മോന്തക്കുറ്റി അടിച്ച് പൊളിക്കും. എന്നിട്ട് പറയും, ഞാൻ ചാകുമ്പോൾ തുടങ്ങുമ്പോഴേ നിനക്ക് സത്യം പറയുമെന്ന് ഞാൻ വിചാരിച്ചു എന്ന് പറയും. പിന്നെ പഴയത് കാണിക്കും. ഈ പെൺകുട്ടി എന്നും രാവിലെ എണീക്കുമ്പോൾ വയറിന് നല്ല വേദനയാണ് അടിവയറ്റിൽ. പക്ഷെ എന്താ സംഭവം എന്നറിയില്ല. പിന്നെ ഈ റൂം വൃത്തിയാക്കുമ്പം ഇയാളുടെ പോക്കറ്റിൽ നിന്ന് കോണ്ടം കിട്ടിയിട്ടോ. അപ്പോൾ വേറെ എന്തെങ്കിലും റിലേഷനാണെന്ന് വിചാരിക്കും. പിന്നെ എന്നും ഈ വേദനയാണ്. അപ്പോൾ ഈ വേദന എടുക്കുന്ന ദിവസമല്ല ഈ കോണ്ടത്തിൻ്റെ അളവ് കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഈ പെൺകുട്ടിയാണെങ്കിൽ ക്യാമറ വെച്ചു, എന്താ സംഭവിക്കുന്നത് അറിയില്ലല്ലോ, എന്താണെന്നറിയാൻ വേണ്ടി. അപ്പോൾ ഇയാളാണെങ്കിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ രാത്രിയിൽ ഉറക്ക ഗുളിക പാല് കലക്കി കൊടുക്കും. എന്നിട്ട് ഈ പെൺകുട്ടിയെ യൂസ് ചെയ്യുകയാണ്. ഈ പെൺകുട്ടി ആകെ തളർന്നു, എന്തൊരവസ്ഥയാണല്ലേ. പിന്നെ പറയും, ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല, ഇതിന് നിങ്ങൾ അനുഭവിക്കും, ജീവിതകാലം മുഴുവൻ അനുഭവിക്കും, അതോ ഞാൻ ഇപ്പോൾ നിങ്ങളെ കൊല്ലണോ എന്നൊക്കെ ചോദിച്ചിട്ട് പറയും, വേണ്ട ഞാൻ ചാമ്പുവാണ്, എനിക്ക് വേണം ഇപ്പോൾ പോലീസിനെ വിളിച്ചാൽ നിങ്ങളെ അവർ കൊണ്ടുപോകും, എനിക്ക് പിന്നെ തന്നെ ജീവിക്കാൻ പറ്റും, പക്ഷേ എനിക്കങ്ങനെ ജീവിക്കണ്ട, അച്ഛൻ്റെ കൊച്ചിനെയും വയറ്റി വെച്ച് എനിക്കങ്ങനെ ജീവിക്കണ്ട പറയും. എൻ്റെ അമ്മ നിങ്ങളുടെ സെക്കൻഡ് വൈഫായിരിക്കും, പക്ഷേ ഞാൻ നിങ്ങളെ സ്വന്തം അച്ഛനായിട്ടാണ് കണ്ടത്, എന്നിട്ട് നിങ്ങളെങ്ങനെ ചെയ്തില്ലേന്ന് ചോദിക്കും. ഇയാൾ പറയും, ഞാൻ കോണ്ടം ഇട്ടിട്ട് ഇവളെങ്ങനെ പ്രഗ്നൻ്റ് ആയി എന്നൊക്കെ പറയും. എന്നിട്ട് പിന്നെ ഇവളാണെങ്കിൽ ഇത് കഴിച്ചിട്ടാ വിഷം കഴിച്ചു മരിക്കാൻ തുടങ്ങുകയാണ്. ഇയാളാണെങ്കിൽ അപ്പം എങ്ങനെയും രക്ഷിക്കണം എന്നൊക്കെ വിചാരിക്കുന്നെന്ന് തോന്നുന്നു. ഇവളപ്പോൾ താഴെ വീണ് കേട്ടോ. ഇയാളപ്പോൾ കത്തിയെടുത്തിട്ട് കയ്യിലെ കെട്ട കഴിക്കുകയാണ്. കയ്യിലെ കെട്ട കഴിഞ്ഞിട്ട് പിന്നെ ഇയാൾ എണീറ്റ് കേട്ടോ. എണീക്കുമ്പോഴത്തേക്ക് ഈ പെണ്ണാണെങ്കിൽ കിടന്ന് മരണപ്രാളം പെടുകയാണ്. ഇയാളാണെങ്കിൽ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ രക്ഷിക്കാനാണെന്ന് തോന്നുന്നു. ഇവളാണെങ്കിൽ ഓരോന്നും ഇങ്ങനെ പറയുന്നുണ്ട്. ഇയാളാണെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യുന്നത് വെച്ചാൽ പുറത്തേക്ക് പോയിട്ട് ഈ പെണ്ണപ്പോഴത്തേക്കും താഴെ വീണിട്ട് ഇങ്ങനെ ഇതായിട്ടോ, അമ്മയുടെ ഫോട്ടോയൊക്കെ കണ്ടിട്ട് ഇയാൾ എന്നിട്ട് വന്ന് ഇയാളെ രക്ഷിക്കാൻ പോയതാണെന്ന് വിചാരിച്ചു. പക്ഷെ അല്ല കേട്ടോ, ഇയാൾ പോയത് കോണ്ട് എടുക്കാനാണ്. അമ്മാതിരി ഒരു സൈക്കോ പ്രാന്തനാണ്, കാമപ്രാന്തനാണ്. എന്നിട്ട് ചത്ത് കിടക്കുന്ന മകളെ ഇയാൾ ചെയ്യുകയാണ്. അപ്പം നമ്മളെ ബാക്കിൽ കാണിക്കുക എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ പെണ്ണാണെങ്കിൽ ഇയാളുടെ അടുത്ത് കണ്ണടയ്ക്കാൻ പറഞ്ഞില്ലേ, കണ്ണടയ്ക്കാൻ പറഞ്ഞപ്പോൾ ഈ ഫോൺ എടുത്തിട്ട് ഫുള്ള് ഫേസ്ബുക്ക് ഓണാക്കിയിട്ട് ലൈവ് വെച്ചേക്കുവാണ്. അപ്പോൾ ഇയാൾ ഈ കാണിക്കുന്നത് മൊത്തം ലൈവ് പോവുകയാണ്. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.